രാത്രി എന്ത് പ്രാർത്ഥിക്കണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, ഉണരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, രാത്രി പെട്ടെന്ന് ഉണർന്നു പോയാൽ എന്ത് പ്രാർത്ഥിക്കണം, എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, കക്കൂസിൽ കിടക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, പുറത്ത് വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, വാഹനത്തിൽ കയറുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, പട്ടണത്തിൽ കിടക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, സംയോഗം ചെയ്യുന്ന സമയത്ത് വരെ എന്ത് പ്രാർത്ഥിക്കണം. ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ട രൂപം തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളുടെ വാപ്പമാരോ അറിയാത്തതായ കാര്യങ്ങൾ ഞാനാണ് നിങ്ങൾ പഠിപ്പിച്ചത്, ഞാനാണ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, ഞാനാണ് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ചത്, ഞാനാണ് സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിച്ചത്, ഞാനാണ് എല്ലാ ആരാധനകളും പഠിപ്പിച്ചത്, ഞാനാണ് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചത്. എന്തേ? നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മാനദണ്ഡം, അതിനുള്ള പൊടവഴി, അതിനുള്ള സിറാത്തുൽ മുസ്തഖീം തെരഞ്ഞു തരികയാണ് അല്ലാഹു. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്റെ ഭാഗത്തിൽ നിന്നൊരു വീഴ്ചയില്ല. നാം എന്റെ തെളിവുകൾ നിർത്തിവെച്ച് കഴിഞ്ഞു അടിമയുടെ മുമ്പിൽ. ഇബ്രാഹിമിന് പണ്ട് നൽകിയതായ ആ ഹുജ്ജത്ത് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരാശിയുടെ മുമ്പിൽ നിർത്തി കഴിഞ്ഞു. ഹുജ്ജത്തുന ആതൈനാഹ. അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, പഠിച്ചില്ല, കൊണ്ടില്ല എന്നൊന്നും പറഞ്ഞ് കൈമലർത്താതിരിക്കാൻ വേണ്ടി നബിമാരോട് നബിമാരോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുക. എന്നിട്ട് അത് കൽപ്പിച്ചത് മാത്രമല്ല, അവരെങ്ങനെ പ്രാർത്ഥിച്ചു എന്നോട് എന്നത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലേ? റബ്ബി ലാ തജഅൽനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ പണ്ട് പ്രാർത്ഥിച്ചു കുട്ടികളില്ലാതായപ്പോൾ, എന്നെ നീ തനിച്ചാക്കരുത്, എനിക്ക് കുട്ടി അനന്തരാവകാശം വേണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഓരോ നബിമാര് പ്രയാസമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുകയാണ്. എന്നിട്ട് നിഅമൽ അബ്ദു, എന്തോ ഒരു നല്ല അടിമ. ആ പ്രാർത്ഥിക്കുന്ന അടിമയെ കുറിച്ച്, ദാവൂദിനെ കുറിച്ചും അയ്യൂബിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു പറയുന്നത് ശരിയാണ്, എന്തോ ഒരു നല്ല അടിമയാണ്, പറഞ്ഞതുപോലെ നടപ്പാക്കുന്നു, പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്നു, പറഞ്ഞതുപോലെ എന്നോട് മാത്രം ചോദിക്കുന്നു. നിഅമൽ അബ്ദു, എന്തോ ഒരു നല്ല അടിമ. ഇന്നഹു അവ്വാബ്, ആ അടിമ എന്നിലേക്ക് അങ്ങേയറ്റം മടങ്ങുന്ന അടിമയായിരുന്നു എന്ന് അല്ലാഹു വാഴ്ത്തി പുകഴ്ത്തി പറയുന്നു. അല്ലാഹുവിന്റെ അടിമകളായ നബിമാരെ കുറിച്ച്. അപ്പോൾ നബിമാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചതോടൊപ്പം പ്രാർത്ഥിച്ച രൂപം അവരോട് കൽപ്പിച്ചതോടൊപ്പം അവർ പ്രാർത്ഥിച്ച രൂപം നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. എന്തിന്? നാം അത് വീഴ്ച വരുത്താതിരിക്കാൻ. എനിക്ക് അറിഞ്ഞില്ല, എന്തോടോ അറിയാം, ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖുർആനുള്ള പ്രാർത്ഥന തന്നെ എല്ലാ മുസ്ലിമിന് മനപ്പാടമുള്ള പ്രാർത്ഥന. നിങ്ങൾക്കറിയാം എന്താണത്? ഇന്ന് ഇമാമ് ഓതിയ പ്രാർത്ഥന, മിമ്പറിന്റെ മീതെ അല്ലാഹു പഠിപ്പിച്ച പ്രാർത്ഥന ഖുർആൻ എന്താണത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആരെങ്കിലും അറിയൂല എന്ന് പറയുന്ന ഒരു മുസ്ലിം ഉണ്ടാവാൻ പാടുണ്ടോ? മുസ്ലിങ്ങൾ എല്ലാവരും മനപ്പാടമാക്കിയ ആയത്തും മനപ്പാടമാക്കിയ പ്രാർത്ഥനയുമാണത്. അതിൽ ജാമിഉം മാനിഉമായ ഒരു മുസ്ലിമിന് അല്ല, ഒരു മനുഷ്യൻ ആവശ്യമുള്ള എല്ലാം ഉണ്ട്. എന്നിട്ട് ഏറ്റെടുക്കുന്ന കാര്യം ഞാൻ സ്വീകരിച്ചു. അതിൽ അക്രമം കാഫിറിൽ നിന്നിട്ട് വരെ ഏറ്റെടുക്കും. കാഫിറിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ദുനിയാവിൽ അതിന്റെ ഫലം കിട്ടും. അവൻ ചെയ്ത പ്രാർത്ഥനക്കും അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിനും നന്മയാണെങ്കിൽ കാഫിറിന് എവിടെ ഫലം കിട്ടും? ദുനിയാവില് ഫലം കിട്ടും, പരലോകത്തിൽ ഫലം കിട്ടൂല. മനസ്സിലായില്ലേ? അതേ സമയത്ത് കാഫിറാണെങ്കിലും ആക്രമിക്കപ്പെട്ട ആളാണ്. ഒരാള് മറ്റൊരു അമുസ്ലിമിനെ ആക്രമിച്ചു, അവൻ അനീതിയിൽ അവന്റെ കാശ് പിടിച്ചെടുത്തു. എന്നാൽ ആ ആക്രമിക്കപ്പെട്ടതായ ഈ സത്യനിഷേധിയായ ഇതര മതസ്ഥർ അള്ളാഹുവോട് ദൈവമേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, അള്ളാഹു റസൂൽ പറയുന്നു, എന്ത്? ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുക തന്നെ ചെയ്യും, എത്ര കാലം കഴിഞ്ഞാലും ശരി. കാരണം ആക്രമിക്കാൻ അധികാരം ആർക്കുമില്ല, അക്രമം ഇവിടെ പാടില്ല. കാരണം ഞാൻ എന്റെ നഫ്സിന് വിരോധിച്ച കാര്യമാണ് അക്രമം. ഒമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. നിന്റെ നാഥൻ അവന്റെ അടിമകളെ ഒരു നിലക്കും ആക്രമിക്കുക തന്നെ ഇല്ല, അനീതി കാട്ടുക തന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ വിരോധിച്ച കാര്യമാകുന്ന ആ അക്രമം അവൻ എൻ്റെ അടിമ ചെയ്യുമ്പോൾ, ആ അടിമ അതിനെതിരിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ അക്രമത്തിനെതിരിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് മുസ്ലിമാണെങ്കിലും സ്വീകരിക്കും, അമുസ്ലിമാണെങ്കിലും സ്വീകരിക്കും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അല്ലാഹു പഠിപ്പിച്ച് തന്നിരിക്കവേ ആ പ്രാർത്ഥന നാം ഏത് രൂപത്തിൽ എന്നത് മനസ്സിലാക്കി അതിനുള്ള എല്ലാ പോൺവഴികൾ, അതിനുള്ള എല്ലാ ചുറ്റുപാടുകൾ, എന്ത്
പ്രയാസങ്ങൾ വന്നാൽ ദുനിയാവിൽ നിങ്ങൾ അഥവാ ഞാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുമ്പോൾ ആ ദൂരപ്പെടുന്ന പ്രയാസങ്ങൾ നിങ്ങൾ എന്നിട്ട് ദൂരപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ വേറെ ദൈവമുണ്ടോ, വേറെ അള്ളാഹു ഉണ്ടോ, വേറെ ഷിട്ടാവുണ്ടോ, വേറെ രക്ഷിതാവുണ്ടോ, ആരെങ്കിലും നിങ്ങൾക്കത് മാറ്റിത്തരാനുണ്ടോ എന്നവ ചോദിക്കുകയാണ്. അമ്മയുജീബുൽ മുൽത്തറ, പ്രയാസപ്പെടുന്ന മനുഷ്യന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ആരുണ്ട്? ഇദാ ദഅാഹു, അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രയാസങ്ങളെ അവൻ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളെ നീക്കം ചെയ്യുന്നതായ ആൾ ആരുണ്ട്? ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുന്ന ആൾ നിങ്ങൾക്ക് ആരുണ്ട്? ഇതൊക്കെ ചെയ്തു തരാൻ അല്ലാഹ് അല്ലാതെ വേറെ ആരുമുണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിവരയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ആരുടെ പണിയാണ്? അള്ളാഹിന്റെ പണിയാണ്. അപ്പോൾ ആ അള്ളാഹുവിന്റെ പണിയാകുന്ന ആ പ്രാർത്ഥന അള്ളാഹ് അല്ലാത്ത ആളോട് ചോദിച്ചാൽ അതെന്തായി മാറി? അള്ളാഹ് തന്നെ പറയാണ് ഇലാഹും അല്ലാഹ്, നിങ്ങൾ ഈ കാര്യം ചെയ്തു തരാൻ വേറെ ദൈവമുണ്ടോ, വേറെ അള്ളാഹു ഉണ്ടോ? അപ്പോൾ നിങ്ങൾ അവരെ അള്ളാഹു ആക്കിയ ആളായി മാറി. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അള്ളാഹ് പറഞ്ഞ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഇന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി മദീന മെമ്പറിന്റെ മീതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായ ആ ആയത്തിന്റെ അർത്ഥമാണ് എന്ത്? നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം ഷിട്ടികളോട് ചോദിച്ചാൽ ആ ഷിട്ടികളെ നിങ്ങൾ ആരാക്കലായി മാറി, ഇലാഹാക്കലായി മാറി. അത് അള്ളാഹ് പറയാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ട് നീക്കാൻ അള്ളാഹ് അല്ലാതെ വേറെ ആരുമുണ്ടോ? അടിമയോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് ഖുർആൻ പറയുന്നു. ഇന്ന് ഹുദൈഫി അരമണിക്കൂർ നീട്ടി വലിച്ച് പറഞ്ഞ ആയത്തുകളൊക്കെ പറയുന്നത് ഷിട്ടികളോട് കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കൽ ശിർക്കാണ്. അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും. അവസാനം മരിക്കുമ്പോൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എന്നേക്കുമായ നരകമാണ്. അള്ളാഹുവിനെ നിങ്ങൾ എന്തുകൊണ്ട് ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നില്ല? അള്ളാഹിനെ നിങ്ങൾ എന്തുകൊണ്ട് ആദരിക്കേണ്ടതുപോലെ ആദരിക്കുന്നില്ല? ഖുർആനാണ്, ഞാൻ പറയല്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. എന്തേ നിങ്ങൾ അള്ളാഹു നൽകേണ്ട സ്റ്റാൻഡേർഡ് നൽകുന്നില്ല? കൊള്ളരുതാത്ത കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് അവര് ഒലിമാരാവട്ടെ, നബിമാരാവട്ടെ, മഹാത്മാക്കളാവട്ടെ, സാലിഹ്യങ്ങളാവട്ടെ, അവരെല്ലാം എൻ്റെ അടിമകളല്ലേ, എൻ്റെ അടിമകളോട് ചോദിക്കരുത് എന്ന് ഞാൻ മടക്കി ഖുർആനിൽ പറഞ്ഞതോടൊപ്പം പിന്നെയും നിങ്ങൾ ആ അടിമകളാകുന്ന മഹാത്മാക്കൾ എന്നോടാണ് ചോദിക്കുന്നത് എന്നും ഞാൻ ഖുർആനിൽ പറഞ്ഞ ശേഷം പിന്നെ എന്തിനാണ് നിങ്ങൾ അവരോട് ചോദിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ? എന്ന് ഈ കാര്യം അല്ലാഹ് പറഞ്ഞ ശേഷം അതിനെ വില വെക്കാതിരുന്നിട്ട് അതിനെ കൂട്ടാക്കാതിരുന്നിട്ട് നാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് തോന്നിയവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അള്ളാഹിനെ കാണാൻ സാധിക്കുക? നമുക്ക് എങ്ങനെയാണ് മുഅ്മിനായി മരിക്കാൻ സാധിക്കുക? നമുക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കാൻ പറ്റുക? നമുക്ക് എങ്ങനെയാണ് പരലോകത്തിൽ അള്ളാഹുവിന്റെ സദസ്സിലേക്ക് ഹാജരാവാൻ പറ്റുക? നിന്ദരായി നികൃഷ്ടരായി തല താഴ്ത്തി അള്ളാഹിന്റെ സദസ്സിൽ നിൽക്കേണ്ട ഗതികേട് വരും. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന് മദീന ഇമാം പറഞ്ഞത്, റസൂലുള്ളാഹിയുടെ വാക്ക് ബുഖാരിയിലുണ്ട് ഹദീസ്, മുസ്ലിമിലുണ്ട് ഹദീസ്. ഒരാൾ ഭരിക്കുന്നത് അദ്ദേഹം അള്ളാഹു അല്ലാത്ത ശക്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്തു. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. മഹാ അപകടമാണ്.